ഒരൊറ്റ തവണ കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കണം എന്ന് തോന്നുന്നു. നല്ല കിട്ടില്ലനായിട്ടുള്ള ഒരു ഐറ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള യോഗേർട്ടാണ് കേട്ടോ, പുളിയില്ലാത്ത തൈര്. അപ്പൊ ഞാനിവിടെ ക്രംബറിയുടെ നാച്ചുറൽ യോഗേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള യോഗേർട്ടാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ 1 കപ്പ് എടുക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഓൾറെഡി. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്ത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എടുത്താൽ മതി, 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് 1 മിനിറ്റ് മിക്സ് ചെയ്യുന്നതിന് ജസ്റ്റ് ബബിൾ പോലെ വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ കട്ടിയാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റോളം നന്നായിട്ട് കൈവച്ചിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് പതഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് ഇതിൽ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന് 2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്